മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര. രാവിലെ 7:10 ഇവിടെ നിന്നും ട്രെയിൻ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണ് ഈ ട്രെയിനിൻ്റെ എൻജിൻ. അതിരാവിലെ ഈ സ്റ്റീം എൻജിൻ ബോഗിയുമായി കണക്ട് ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു യാത്രയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടാൻ 1-2 മാസം മുമ്പേ ബുക്ക് ചെയ്യണം. പക്ഷേ അതിനൊരു പരിഹാരം കൂടിയുണ്ട്. റിസർവേഷൻ ഇല്ലാത്ത 48 ടിക്കറ്റുകൾ ഇവിടെ രാവിലെ 4 മണിക്ക് വന്ന് ക്യൂ നിന്നാൽ കൊടുക്കുന്നതാണ്. ഏകദേശം 6:30 മണിയാകുമ്പോൾ ടിക്കറ്റ് കൊടുക്കും. അങ്ങനെ കൃത്യം 7:10 തന്നെ ട്രെയിൻ പുറപ്പെട്ടു. ഇന്നലെ രാത്രി തന്നെ ഒരുപാട് കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കാണാമായിരുന്നു. 46 കിലോമീറ്റർ ദൂരമുള്ള ഈ ഒരു യാത്രയ്ക്ക് ഏകദേശം 4 മണിക്കൂർ വേണം. 1891 ഈ ഒരു റെയിൽവേ ആരംഭിച്ചത്. 1908 ആദ്യമായി ഈ റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ബ്രിട്ടീഷുകാരാണ് ഇതിന് തുടക്കമിട്ടത്. 16 ടണലുകളും 209 പാലങ്ങളും ഈ റൂട്ടിലുണ്ട്. അങ്ങനെ ആദ്യത്തെ സ്റ്റേഷനെത്തി. കല്ലാർ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. ഇവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ ആദ്യത്തെ ടണലിനുള്ളിലേക്ക് ട്രെയിൻ കടന്നു. ഇതുപോലുള്ള 15 എണ്ണം ഇനി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞു വരുന്ന ഈ ഒരു പാലം ഒരു അപാര കാഴ്ച തന്നെയാണ്. അത് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. താഴെ വെള്ളച്ചാട്ടങ്ങളും കാണാൻ കഴിയും. ഒരു ഭയങ്കര ഒരു രസം തന്നെയാട്ടോ ഈ ഒരു കാഴ്ച. അങ്ങനെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഇവിടെ ട്രെയിൻ നിർത്തി. 10 മിനിറ്റോളം ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുമുണ്ട്. ഈ ഒരു ഗുഹ കടന്നു വേണം ഇനി പോകാൻ. അങ്ങനെ മറ്റൊരു സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ്റെ പേരാണ് ഹിൽ ഗ്രോവ്. ഇവിടെ നിന്നാണ് സ്റ്റീം എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നത്. ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നുമുണ്ട് ഇവിടെ. ഈ ഒരു സ്റ്റേഷനിൽ മാത്രമേ ചായയും കടികളും ഒക്കെ നമുക്ക് കിട്ടൂ.
ഇവിടെ അത്യാവശ്യം തിരക്കുമായിരിക്കും. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ വരുന്നവരെല്ലാം ഇവിടെ എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നത്. ഇഡ്ഡലിയും വടയും ചായയും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഏകദേശം ഒരു 10-20 മിനിറ്റ് തന്നെ നിർത്തിയിടും. എല്ലാവരും ചായയെല്ലാം കുടിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി വന്നിട്ട് മാത്രമേ ട്രെയിൻ എടുക്കൂ. രണ്ടായിരത്തി 2025 126 വർഷമായി ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നിട്ട്. ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് അടി താഴ്ചയിലാണ്. ഓരോ ടണലുകളും കഴിയുമ്പോൾ ഒരു അപാര കാഴ്ച തന്നെയായിരിക്കും പിന്നെയും ഉണ്ടാവുക. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ അതിമനോഹര കാഴ്ച തന്നെയാണ്. ദൂരെ കാണുന്ന ആ റോഡാണ് ഊട്ടി മേട്ടുപ്പാളയം. അങ്ങനെ മറ്റൊരു സ്റ്റേഷൻ കൂടി എത്തി. ഊട്ടിക്കും മേട്ടുപ്പാളയത്തിനും ഇടയിൽ 10 സ്റ്റേഷനുകളാണ്. എല്ലാ സ്റ്റേഷനുകളിലും ടോയ്ലറ്റ് സൗകര്യമെല്ലാം ലഭ്യമാണ്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ആളുകൾ ചാടി ഇറങ്ങുന്നത് കാണാൻ കഴിയും. ഫോട്ടോ എടുക്കാനും വെറുതെ ഒരു രസത്തിനുമെല്ലാം എല്ലാവരും തന്നെ താഴെ ഇറങ്ങും. ഊട്ടിയുടെ ഏകദേശം തണുപ്പെല്ലാം ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. തമിഴ്നാടിൻ്റെ ഒരു ബസ് ഇതുവഴി പോകുന്നത് കാണാം. അങ്ങനെ ഏകദേശം കൂനൂർ എന്ന സ്റ്റേഷൻ എത്താറായി. ഇതാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ അരമണിക്കൂറോളം ട്രെയിൻ നിർത്തിയിടും.
ഇവിടെ നിന്നും സ്റ്റീം എഞ്ചിൻ അഴിച്ചുമാറ്റി പകരം ഡീസൽ എഞ്ചിനാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ഒരുപാട് കുന്നുകളാണ്. കുറേ ആളുകളെല്ലാം ഈ കൂനൂർ സ്റ്റേഷൻ എത്തുമ്പോൾ ഇറങ്ങുന്നതും കാണാം. കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പലപ്പോഴുമായിട്ട് ട്രെയിനുണ്ട്. പക്ഷേ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ആകെ രാവിലെ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കൂനൂർ റെയിൽവേ സ്റ്റേഷനാണിത്. മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂനൂർ വന്നു കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് ഈ ഒരു ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റീം എഞ്ചിനായിരിക്കും. അത് ഒരു വേറെ വൈബായിരിക്കും. ആദ്യത്തെ അത്ര കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രസം തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും. ഈ ഒരു ഭാഗത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഊട്ടിയിൽ നിന്നും കൂനൂരേക്കോ മേട്ടുപ്പാളയത്തേക്കോ യാത്ര ചെയ്യാതിരിക്കുക. കാരണം ഇറക്കമായതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിലായിരിക്കും ട്രെയിൻ. നമുക്ക് അങ്ങനെ ആസ്വദിക്കാനൊന്നും കഴിയില്ല. പകരം നമ്മൾ കൂനൂരിൽ നിന്നോ മേട്ടുപ്പാളയത്തു നിന്നോ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പീഡ് കുറഞ്ഞ് കയറ്റം കയറി പോകുന്നതും പിന്നെ ഇടയ്ക്ക് സ്റ്റേഷനിലൊക്കെ നിർത്തുന്നതും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെ കൂനൂർ കഴിഞ്ഞുള്ള ആദ്യത്തെ സ്റ്റേഷൻ എത്തി. ഇതാണ് വെല്ലിംഗ്ടൺ. സീസൺ സമയത്ത് ഇവിടെയൊന്നും ആരും ഇറങ്ങാൻ ഉണ്ടാവില്ല. കാരണം മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ളവരായിരിക്കും എല്ലാവരും. ഈ നാട്ടുകാരെല്ലാം സീസൺ അല്ലാത്ത സമയത്ത് ഈ ഒരു ട്രെയിനിൽ വരുന്നതും ഇവിടെ നിന്നും ഇറങ്ങുന്നതുമെല്ലാമാണ്. അങ്ങനെ മറ്റൊരു സ്റ്റേഷൻ കൂടി എത്തി. ഈ സ്റ്റേഷനുകളിലൊന്നും വണ്ടിയിൽ നിന്നും ആരും ഇറങ്ങുന്നത് കാണാറില്ല. കാരണം 2-3 മിനിറ്റ് മാത്രമേ ഇവിടെ നിർത്തൂ. പെട്ടെന്ന് തന്നെ ട്രെയിൻ എടുക്കുന്നതുകൊണ്ട് ഇവിടെയൊന്നും ആരും ഇറങ്ങാറില്ല. പൈൻ ഫോറസ്റ്റിലൂടെയുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ്. യൂക്കാലിപ്സിൻ്റെ സ്മെൽ നല്ലവണ്ണം ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2005 ഇടം നേടിയ ഒരു റെയിൽപാത കൂടിയാണിത്. അങ്ങനെ ഊട്ടിയുടെ കാഴ്ചകൾ ഇപ്പോൾ തന്നെ കാണാം. അങ്ങനെ ഊട്ടി പട്ടണത്തിൻ്റെ ഏകദേശ ഭാഗങ്ങളെല്ലാം ഇവിടെ കാണാം.
ഈ ഒരു സ്റ്റേഷനാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഈ ഒരു സ്റ്റേഷൻ്റെ പേരാണ് ലൗഡെയിൽ. ഇവിടെയും 1 മിനിറ്റോ മറ്റോ മാത്രമാണ് നിർത്തുന്നത്. ഇവിടെ ഒരു ചെറിയ തടാകം കാണാം. ഏകദേശം ഊട്ടിയിലെത്താറായി. നാല് മണിക്കൂറും 40 മിനിറ്റും ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി വന്നു. അങ്ങനെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എത്തി. 11:55 റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ഒരു ട്രെയിൻ ഇവിടെ നിന്നും മേട്ടുപ്പാളയത്തേക്ക് 12:45 തിരിച്ച് പുറപ്പെടുന്നത്. എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് തയ്യാറായി ഇവിടെ നിൽക്കുന്നത് കാണാം. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ഉദകമണ്ഡലം. കഴിയുമെങ്കിൽ ഈ ഒരു റൂട്ടിൽ ഈ ഒരു ട്രെയിനിലൂടെ ഒരു യാത്ര തിരഞ്ഞെടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.